നമസ്കാരം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിന് പിന്നാലെ വജ്രായുധം പ്രയോഗിച്ചിരിക്കുകയാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ലോക വ്യാപാരത്തിന്റെ നട്ടെല്ല് ലക്ഷ്യമിട്ടിരിക്കുകയാണ് രാജ്യം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സമാധാന സ്ഥിതി അസ്ഥിരമായതിനൊപ്പം ആഗോള ഊർജ വ്യാപാരവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലേക്ക് ഒരു കപ്പലിനെയും കടന്നു പോകാൻ അനുവദിക്കില്ലെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലേക്ക് ഒരു കപ്പലിനെയും കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം എത്തിയതോടെ എല്ലാ ശ്രദ്ധയും ഹോർമുസ് കടലിടുക്കിലേക്കാണ്. ശനിയാഴ്ച രാവിലെ മുതൽ അതുവഴിയുള്ള കപ്പൽ നീക്കം 70% കുറഞ്ഞു എന്നാണ് കപ്പൽ ഗതാഗതം നിരീക്ഷിക്കുന്ന ക്ലംബെയർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. എങ്കിലും ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. ഇറാൻ അവിടെ മൈനുകൾ വിതറുകയോ എണ്ണക്കപ്പലുകളെ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഒമാന്റെ തീരത്ത് ഒരു എണ്ണ ടാങ്കർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമായാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ ക്രൂഡ് ഓയിലിന്റെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 20% നീങ്ങുന്നത് ഈ കടലിടുക്കിലൂടെയാണ്. ഇന്ത്യയുടെ എണ്ണ വാതക ഇറക്കുമതിയുടെ പകുതി ഇതിലൂടെയാണ്. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവിടെയും പകുതി ഇന്ധന നീക്കം ഇതുവഴിയാണ് നടക്കുന്നത്. അവിടുത്തെ തടസ്സം ക്രൂഡ് ഓയിൽ വിലയിൽ ബാരലിന് 10 മുതൽ 15 വരെ ഡോളർ കൂട്ടാമെന്നാണ് ബാർക്ലേസ് ബാങ്കിന്റെ വിലയിരുത്തൽ. ബ്രെന്റ് ഇനം 82 മുതൽ 87 ഡോളറിലേക്ക് കയറാം. പക്ഷേ തടസ്സം നീണ്ടുനിന്നാൽ വില 100 മുതൽ 110 ഡോളറിലേക്ക് ഉയരാം എന്നാണ് ഇംഗിസ് അഡ്വൈസർ വിലയിരുത്തുന്നത്. ഇറാനെ ആക്രമിച്ചവരോ ഇറാനോ എണ്ണ സംവിധാനങ്ങളെ ആക്രമിച്ചിട്ടില്ല എന്നതും ആശ്വാസകരമാണ്. എണ്ണവിലയിലെ വലിയ കുതിപ്പിനുള്ള സാധ്യത കുറയ്ക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. യുദ്ധം നീണ്ടാലും എണ്ണവില കൂടാതിരിക്കാനാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ഒപെക് മന്ത്രിതല യോഗത്തിൽ ഉൽപാദനം കൂട്ടാനുള്ള നിർദ്ദേശം സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരുന്നു. ഇറാന്റെ കയറ്റുമതി കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രതിദിനം ഉൽപാദനം ഏപ്രിൽ മുതൽ 4.11 ലക്ഷം ബാരൽ വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം. പ്രതിദിനം 20 ലക്ഷം ബാരൽ എണ്ണയാണ് ഇറാൻ കയറ്റുമതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനെ ആക്രമിച്ചപ്പോൾ എണ്ണവില കുതിച്ച് 110 ഡോളർ വരെ എത്തിയിരുന്നു. ഇന്ത്യൻ ഓഹരി വിപണി 1.6% ഇടിഞ്ഞു. അമേരിക്കൻ വിപണി 1.8% വരെയും താഴ്ചയിലായിരുന്നു. സ്വർണം 24 ക്യാരറ്റിന് 10 ഗ്രാമിന് ആദ്യമായി 1 ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തുകയും ചെയ്തു. പക്ഷേ 2 ദിവസം കൊണ്ട് വിപണി ശാന്തമാവുകയും ഇത്തവണയും വിപണി ആദ്യം ഉലഞ്ഞ ശേഷം വേഗം തന്നെ സാധാരണ നിലയിലേക്ക് എത്തും എന്ന പ്രതീക്ഷ കൈവിടാതിരിക്കുക.